അടുത്തത് യങ്ങസ്റ്റ് പ്ലെയർ ആണ് ബിഗ് ബോസിന്റെ അല്ലെ. ഈ ഒരു ഏജിലുള്ള ആദ്യമായിട്ടാണ് ആര് വരുന്നത്. ഞാൻ ആ കുട്ടീനെ കണ്ടപ്പോ ഈ കുട്ടിക്ക് 18 വയസ്സായോ, അത് ക്വാളിഫൈഡ് ആയോ എന്ന് വിചാരിച്ചായിരുന്നു. റെന ഫാത്തിമ കണ്ടായിരുന്നു. BBA ഏവിയേഷൻ അങ്ങനെ എന്തോ പഠിക്കുന്നത്. പക്ഷെ നമുക്ക് കണ്ടേനെ ഭയങ്കര കുഞ്ഞു കൊച്ചിനെ പോലെ അല്ലേ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് കുട്ടി 18 വയസ്സ് പോലും ആയിട്ടില്ല എന്നാണ്. അപ്പൊ ഞാനും ആലോചിച്ചത് എന്ത് ഇത്ര കുഞ്ഞു കൊച്ചിനെ എടുത്തേക്കതേത്. അപ്പൊ പിന്നെ ഡീറ്റെയിൽസ് പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷെ എന്തായാലും ഒരു 3 മാസം ഉണ്ടല്ലോ, അപ്പൊ ആളുടെ പഠനത്തെ ബാധിക്കില്ലേ അത്? ഒബ്വിയസ്ലി നമ്മളിങ്ങനെ ഒരു ഷോയിലോട്ട് വരുന്നെന്ന് പറയുമ്പോ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ടീംസ് ഉണ്ടാവുമല്ലോ. അല്ല, ഇപ്പൊ കോളേജ് സ്കൂളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു പെർമിഷൻ കൊടുക്കുമോ? ഒരു കരിയർ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. ഡിസ്റ്റന്റ് ആയിട്ടും പഠിക്കാം, പല പല ഓപ്ഷൻസ് ഉണ്ടല്ലോ ഇപ്പൊ. അപ്പൊ ഒബ്വിയസ്ലി അതിനൊരു സൊല്യൂഷൻ കാണാൻ പഠിക്കാൻ പറ്റില്ലല്ലോ. അവിടെ എന്തായാലും പഠിക്കാൻ പറ്റില്ല. 3 മാസം ഇപ്പൊ 100 ദിവസം നിൽക്കാണെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിട്ടാണല്ലോ എല്ലാവരും കയറുന്നത്. 2 ആഴ്ച നിൽക്കാന്ന് പറഞ്ഞാൽ ആരും കയറില്ലല്ലോ. അപ്പൊ പിന്നെ ആ ഒരു 100 ദിവസത്തെ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ഇത് പോവല്ലേ, ഒരു അങ്ങനെയുള്ളവരെ എടുക്കുന്നതിനെ പറ്റിയിട്ടുള്ളൊരു ഞാൻ ചോദിച്ചതാ. അത് മേ ബി അവരെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടു കാണും. അങ്ങനെ ആയിരിക്കും അവരിതാക്ക. ഇപ്പോ ഒരുപാട് പേര് ലീവ് എടുത്തിട്ട് വരുന്നവരുണ്ട്. 5 വർഷം ലീവ് എടുത്തിട്ട്. പക്ഷെ വിദ്യാഭ്യാസത്തിൽ അങ്ങനെ ലീവ് എടുക്കാൻ പറ്റില്ല, നമുക്ക് ജോലിയിൽ ലീവ് എടുക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് എക്സാം ആണെങ്കിലും നെക്സ്റ്റ് ടൈം എഴുതിയെടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇപ്പൊ ഉണ്ട്. അപ്പൊ ഒബ്വിയസ്ലി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോ അവരും അതും കൂടെ എന്തായാലും ബിഗ് ബോസ് കാരണം ജീവിതം രക്ഷപ്പെട്ടവരുണ്ട്, ജീവിതം പോയവരും ഉണ്ട്. അങ്ങനെ ഒരു ആവരുതെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞോളൂ. പക്ഷെ എന്നാലും ഇപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ആളുടെ എന്തായിരിക്കും എന്നുള്ളത് വിലയിരുത്താൻ പറ്റില്ലല്ലോ. പക്ഷെ എനിക്ക് എന്തായാലും പറയാനുള്ളത് ഒരു യങ്ങസ്റ്റ് പ്ലെയർ ആണ്. പലരും ഡൗട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആള് മെച്ചോർഡായിരിക്കും എന്നായിരിക്കും. അല്ല, അതിന് വേണ്ടിട്ട് ഇപ്പൊ ഹനാനെ കയറ്റിയിരുന്നല്ലോ. ഹനാനെ പോലുള്ളൊരു മിക്കവാറും എനിക്ക് ഹനാനായിട്ട് കമ്പയർ ചെയ്യാനാണ് തോന്നിയത്. അതെ, കാരണം മെച്ചൂരിറ്റി ഇല്ലാണ്ട് പല കാര്യങ്ങളും നടക്കോ, പ്രശ്നങ്ങൾ ഉണ്ടാവോ, ഡിസിഷൻസ് അതൊക്കെ നമുക്ക് നോക്കണം. അതറിയില്ല, അത് ഇനി വരുന്ന ഇതിലാണ് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ആളെടുത്ത് പറഞ്ഞു 16-ാം വയസ്സ് മുതൽ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ മെച്ചൂരിറ്റി ഇല്ലാന്ന് ആരും വിചാരിക്കരുതെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മെച്ചൂരിറ്റി, അതെ, പ്രായം കൊണ്ട് ഒരു കാര്യമില്ല. അതെ. അടുത്ത ആളെ എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളത് അറിയുന്ന ഒരാളാണ്. അറിയോ? മുൻഷി കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഞാൻ വിചാരിച്ചു പേഴ്സണലി അറിയാം. നമുക്ക് പേഴ്സണലി അറിഞ്ഞിട്ടാണ് ഈ സിനിമക്കാരൊക്കെ നമുക്ക് അറിയുന്നത്. അതെന്ത് ചോദ്യം? ചെറുപ്പത്തില് ആക്ട്രസ് ആയിരുന്നു, ഞാൻ വിചാരിച്ചേ അങ്ങനെ അറിയുന്ന ആളാണ് ഞാൻ. രഞ്ജിത്താണ്. രഞ്ജിത്ത് എന്ന് പറയുന്നത് രഞ്ജിത്ത് എന്നാണ് തോന്നുന്നത്. രഞ്ജിത്ത് മുൻഷി. അപ്പൊ മുൻഷി പരിപാടി പുള്ളിയുടെ പേരിൽ കൂടെ ആഡ് ചെയ്തു മുൻഷി എന്നുള്ളത്. അതെ അതെ അതെ, മുൻഷി അങ്ങനെയാണ് പേര് പറഞ്ഞത്. അപ്പൊ മുൻഷി പരിപാടി കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പൊ എനിക്ക് തോന്നണേ മുൻഷി ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നല്ലോ പണ്ട്, അവരുടെ ഒരു സപ്പോർട്ട് കിട്ടാൻ. സത്യം പറഞ്ഞാൽ മുൻഷി പോലത്തെ, മുൻഷി കണ്ണാടി പോലത്തെ പരിപാടികൾ ഇപ്പൊ ഇല്ല. അതൊക്കെ ഒരു എന്താ പറയാ, ഇതൊക്കെ പല ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മുൻഷി അതെ, മുൻഷി ഇതൊക്കെ പറയുമ്പോ തന്നെ എനിക്കറിയില്ല ഇപ്പത്തെ ജനറേഷൻ മുൻഷി കണ്ടിട്ടുണ്ടോ. പക്ഷെ കണ്ടിട്ടുണ്ടാവോന്ന് അറിയില്ലല്ലോ. ഞാനൊക്കെ ചെറുപ്പത്തില് മുൻഷിയൊക്കെ കണ്ടാലും സംഭവം മുൻഷി ഭയങ്കര ബോറാണ്. അതെ, പണ്ടത്തെ ആർട്ടിസ്റ്റുകളുടെ അല്ലെങ്കിൽ അവരുടെ അവതരണം അടിപൊളിയാണ്. പക്ഷെ ഇപ്പൊ കണ്ടു കഴിയുമ്പോ നമുക്ക് നിമിഷം, എനിക്കൊന്ന് 1.5 മിനിറ്റ് എന്തോ ഉള്ളൂ. പക്ഷെ അതുപോലും നമുക്ക് കാണാൻ പറ്റാത്തൊരു രീതിയിലാണ് ഇപ്പഴത്തെ ഒരു മുൻഷിയുടെ. ഇപ്പൊ ഈ രഞ്ജിത്ത് അങ്ങനെ വന്ന ഒരാളാണ്. പുള്ളി ഇപ്പൊ നമ്മള് സരികനെ പറഞ്ഞ പോലെ പുള്ളിയും ഒരു സീനിയർ ആയിട്ട് ഏഷ്യാനെറ്റിൽ തന്നെ വർക്ക് ചെയ്ത ഒരാളെ നമ്മൾ എടുത്തു. അതെ, സീരിയലില് ഇപ്പൊ സരികനെ പറഞ്ഞ പോലെ സീനിയോറിറ്റിയിൽ വരുന്ന ഒരാളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 2 പേരുണ്ടെന്ന് പറഞ്ഞതില് ഒരാളാണ് ഇത്. ഈ ഒരു സീസണില് 2 പ്രായം ചെന്ന ആളുകളിൽ, പ്രായം എന്നല്ല, നമ്മള് വർക്കിന്റെ സീനിയോറിറ്റി നോക്കുമ്പോ അവർക്ക് 2 പേർക്കാണ് സീനിയർ ആയിട്ട് നിൽക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് ഏജ് വെച്ച് നോക്കുമ്പോഴും ബാക്കി എല്ലാവരും എങ്ങാണ് ഒരു എന്താ പറയുക, കാർന്നോൻ സ്ഥാനത്ത് നിൽക്കാൻ പറ്റുന്ന 2 പേരാണ് സരികയും അതെ രഞ്ജിത്തും. അപ്പോ നമുക്ക് അല്ല, സരികിനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ശാരിക ഉണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട്. ഞാൻ പറയുന്നത് വർക്കും ഒരു ഇവരുടെ സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോ സരികയും രഞ്ജിത്തും നമുക്ക് അങ്ങനെ ആൾക്ക് ഇപ്പൊ സിനിമയിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും ഒരുപാട് വർഷമായിട്ട് നമ്മള് കണ്ടുപരിചയമുള്ള ആളാണ്.
അങ്ങനെ നോക്കുമ്പോ ഇവര് സീനിയോറിറ്റി ലെവലിൽ വരുന്നവരായിരിക്കും. അല്ല നമ്മൾ പ്രായം നോക്കണതിനകത്ത് അതെ അതെ അതെ, പ്രായം എന്തായാലും ഒരു ഘടകമാണ്. എനിക്ക് സരികയുടെ കറക്റ്റ് ഏജ് എങ്ങനെയെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല.